Very good morning, dear students. So in the last class we have seen about what we have seen in the last class about marketing, definition of marketing, isn't it? The features of marketing. And then in the second class we have seen about the differences between selling and marketing and the characteristics, the features, the objectives of marketing. We have seen all those things in the last two classes. So today we are going to see about what are the functions of marketing. We have told in the definition itself that is marketing has number of activities. It involves number of activities. അല്ലേ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ കുറേ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്ന ആക്ടിവിറ്റീസ്? ക്രിയേഷൻ ഓഫ് നീഡ്, യൂട്ടിലിറ്റി, പ്രോഡക്റ്റ് ഫോർമേഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ, marketing strategies, everything forms the part of marketing. Okay, so I have told you earlier, it is in a confused form, in a mixed form. ഒരു അവിയൽ പരുവത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാറുണ്ട്, സാധനങ്ങൾ അസംബിൾ ചെയ്യാറുണ്ട്, അതൊരു ഫിനിഷിംഗ് പ്രോഡക്റ്റായിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് അല്ലേ. അത് സെയിലിന് എത്തുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തി അതിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഒരുക്കാറുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ, ഗ്രേഡ് ചെയ്യാറുണ്ട്, പ്രോഡക്റ്റിന് ബ്രാൻഡ് ചെയ്യാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഫിനാൻസ് എന്ന് പറയുന്ന സംഭവം റിക്വയർഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് അല്ലേ. സോ ഹൗ വി ആർ ഗോയിങ് ടു സെപ്പറേറ്റ് ഇറ്റ്? സോ ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു സീ ഇൻ ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, so that is about functions of marketing. So broadly we are classifying into three. ആദ്യം തന്നെ പറയട്ടെ, നമ്മളിതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. എന്താണ് ഈ മൂന്നെണ്ണത്തിലും വരുന്ന കാര്യങ്ങൾ? എന്താണ് ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത്? ഒന്ന് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, സെക്കൻഡ് വൺ ഈസ് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ, ആൻഡ് തേർഡ് വൺ ഈസ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ, ആൻഡ് തേർഡ് വൺ ഈസ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. സോ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ. സോ വാട്ട് വി ആർ ബൈയിങ്? വി ആർ ബൈയിങ് റോ മെറ്റീരിയൽസ്. ആൻഡ് വാട്ട് യു ആർ സെല്ലിങ്? യു ആർ സെല്ലിങ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻ നമുക്ക് കിട്ടി, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ ബൈയിങ് ആൻഡ് സെല്ലിങ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം കൂടി ഉണ്ടല്ലോ, അസംബ്ലിങ് അല്ലേ. എന്താണ് അസംബ്ലിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മേടിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് ആ ഫോമിൽ തന്നെയാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത്? നോ, അതിൽ ചിലപ്പോൾ ചില മിക്സുകളും അല്ലെങ്കിൽ അതിൽ ചില കളറുകളും അല്ലെങ്കിൽ പല വേരിയൻസും ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വി ആർ ഗിവിങ് എ ഫൈനൽ ഷേപ്പ് ടു ദ പ്രോഡക്റ്റ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അസംബ്ലിങ്, അതിനൊരു രൂപം കൊടുക്കുകയാണ് നമ്മൾ. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ പർച്ചേസിങ് എ കാർ, ഈ കാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ നടക്കുന്നതാണോ? ആണോ? ഈ കാറിൻ്റെ ദാറ്റ് ഈസ് എന്താ പറയുക, ഈ ഒരു കാറിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കൂടി ഇതിൻ്റെ എല്ലാ പാർട്സിൻ്റെ മാനുഫാക്ചറിങ്ങും ഒരു സ്ഥലത്ത് തന്നെയാണോ നടക്കുന്നത്? നോ ആൻഡ് നെവർ. ഫോർ എക്സാമ്പിൾ, ദ ചായ കമ്പനീസ്, ചില കാർ കമ്പനീസ് ചില ടയർ കമ്പനീസായിട്ട് ടൈപ്പാണ്. സോ അവരെ എല്ലാ കാറുകൾക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ടൈപ്പായിട്ടുള്ള ടയർ കമ്പനീസായിട്ടാണ്.
സി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില MRF ചില കാർ കമ്പനികളായിട്ട് ദേ ആർ ടൈഡ് അപ്പ്. സോ അവരാണ് ആ പർട്ടിക്കുലർ കാർ മാനുഫാക്ചറേഴ്സിന് ടയർ സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദ മെയിൻ പാർട്ട് എൻജിൻ അതൊരു സ്ഥലത്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ദ കാർ സീറ്റ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഇൻ യുവർ കാർ, ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലാണ് ദേ ആർ മാനുഫാക്ചറിങ്. ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട്, ആക്സിലറി യൂണിറ്റ്സ് ആയിട്ട് ദേ ആർ വർക്കിംഗ്. ആൻഡ് ഫൈനലി ദേ ആർ ഗിവിങ് ദോസ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഓരോ മാസവും ഞങ്ങൾക്ക് കാർ കമ്പനീസ് പറയണം ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇത്ര എൻജിൻ വേണം, ഇത്ര ടയേഴ്സ് വേണം, ഇത്ര സീറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര സീറ്റ് കവേഴ്സ് വേണം, ഇത്ര സ്റ്റിയറിംഗ് വേണം, ഇത്ര ലൈറ്റ്സ് വേണം, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഇത്ര വേണം. ഈച്ച് ആൻഡ് എവറി കമ്പനിക്ക് ദേ ആർ ഗിവിങ് സം ഓർഡേഴ്സ്. And according to that orders, they are supplying to the car companies. So what the car companies do, they do collect all those things. Okay, and then the final assembling is done in the കാർ കമ്പനി. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള അസംബ്ലിങ് മാത്രമാണ്, ദാറ്റ് ഈസ് എല്ലാ പാർട്ടുകളും കൂടിച്ചേർക്കുന്നത് മാത്രമാണ് ഒരു കാർ കമ്പനിയിൽ നടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കോൺട്രാക്റ്റ് ബേസിസിൽ അവർ കൊടുത്തേക്കാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈച്ച് ആൻഡ് എവറി കമ്പനീസ് ആർ ഡൂയിങ്. സോ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ വി ആർ ഗിവിങ് സംതിങ് ആൻഡ് വി ആർ ഗെറ്റിംഗ് സംതിങ് അല്ലേ. വി ആർ ഗിവിങ് ദ വാല്യൂ ഫോർ ദ ഗുഡ്സ്, വി ആർ പേയിങ് സച്ച് എ പ്രൈസ് ഫോർ ദാറ്റ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ഗുഡ്സ് ഇൻ റിട്ടേൺ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് ഒരിക്കലും മറക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ് നടക്കുന്നത്. എക്സ്ചേഞ്ച് പ്രോസസ്സിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ ഇടയിലുള്ള ഒരാൾ ആരാണ്? അസംബ്ലിംഗ് ആണ്. ദാറ്റ് ഈസ് നമുക്കിതെല്ലാം കൂടി കൂട്ടിച്ചേർക്കണം, ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കണം, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കണം, എന്നാലേ ഇത് സെയിലിന് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ബൈയിങ്, അസംബ്ലിംഗ് ആൻഡ് ദെൻ വാട്ട് വി ഡൂയിങ്, വി ആർ സെല്ലിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. ഹോപ്പ് യു ആർ വെരി ക്ലിയർ വിത്ത് ദാറ്റ്. Okay, functions of exchange, you are buying the raw materials, you are assembling all those raw materials, and you are giving the final shape for the product, and finally it has become the finished goods, and then it is ready for selling in the market. Okay, so functions of exchange: buying, assembling and selling. Okay, hope you will not forget it. And then is functions of physical supply. സോ ഫിസിക്കൽ സപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഫിസിക്കൽ മൂവ്മെൻറ്റ് അല്ലേ. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ മാനുഫാക്ചറേഴ്സ് ഗോഡൗൺ, ഓക്കെ, ക്യാൻ എനി കസ്റ്റമർ ബൈ? നോ. വേർ ഇറ്റ് ഷുഡ് കം? ഇറ്റ് ഷുഡ് കം ടു ദി മാർക്കറ്റ് അല്ലേ. വെയർ ഹൗസിൽ നിന്ന് അത് എവിടേക്ക് എത്തണം? മാർക്കറ്റിലേക്ക് എത്തണം. അവിടെയാണ് ആൾക്കാർ വന്ന് എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതിലേക്ക് എത്തുന്നതിനേക്കാളും മുമ്പ് അവിടെ എന്ത് നടക്കണം? ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ദി മാനുഫാക്ചറേഴ്സ് വെയർ ഹൗസ് ടു ദ വെയർ ഹൗസ് ഓഫ് ദി റീറ്റെയിലർ അല്ലേ. റീറ്റെയിലറിൻ്റെ ഹോൾസെയിലറിൻ്റെ വെയർ ഹൗസിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ സാധനങ്ങൾ എത്തിക്കണം. അവിടെ നിന്നായിരിക്കും ബാക്കി വരുന്ന സപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ സപ്ലൈയിൽ വരുന്നത് എന്താണ്? ഒന്ന് ട്രാൻസ്പോർട്ടേഷനും മറ്റൊന്ന് സ്റ്റോറേജും. സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സിന് സാധനങ്ങൾ എടുത്ത് കൊടുക്കാനായിട്ട് ദേ ഷുഡ് കീപ് സംതിങ് ഇൻ സ്റ്റോർ അല്ലേ. ഇൻ സ്റ്റോക്കിൽ അവർ വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ തിങ്ങിനെയാണ് വി കോൾ ഇറ്റ് ആസ് സ്റ്റോറേജ്. ക്ലിയർ? അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ ദേ ഷുഡ് സം ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരേണ്ടത്. ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ഇവിടെ നിന്ന് റീറ്റെയിലേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. സോ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. Okay, from the warehouse of the manufacturer, it should go to the
ഇൻ സ്റ്റോക്ക് ഓഫ് ദി റീറ്റെയിലർ. എന്നാലാണ് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് റെഡിലി അവൈലബിൾ ആയിട്ട് ഈ പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? ആൻഡ് ദെൻ ദ തേർഡ് ഫങ്ഷൻ, ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ. ദാറ്റ് ഈസ് ഇതിനോടൊപ്പം തന്നെ ഈ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിനും ഫിസിക്കൽ സപ്ലൈനും ഇത് കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദീസ് ഷുഡ് അഡ്ജോയിൻ ദാറ്റ്. ഇത് ഒരുമിച്ചാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് the lifeblood of the business. What is it? Financing. In each and every stage, financing is required. Finance is required to buy the raw materials. Finance is required in the assembling process. Okay, finance is required in the transportation stage. Finance is required to keep in stock. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എന്ത് വേണം? ഫിനാൻസിങ് വേണം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് മെയിൻ തിങ് ഈസ് ഇൻ ഈച്ച് ആൻഡ് എവറിത്തിങ് അവിടെ ഒളിച്ചിരിക്കുന്നത് എന്താണ്? റിസ്ക്. ഇൻ എവറിത്തിങ് യു ഹാവ് റിസ്ക്. ഇറ്റ് ഹാസ് ബീൻ ഹിഡൻ. എല്ലാ കാര്യത്തിലും ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കുറേ അധികം റോ മെറ്റീരിയൽസ് മേടിച്ചു, പക്ഷേ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് ഉണ്ടായില്ല, ഡിമാൻഡ് കുറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തത് നശിച്ചു പോയേക്കാം, കാലക്രമേണ അത് ഉപയോഗശൂന്യമായിട്ട് മാറിയേക്കാം. നമുക്ക് വീണ്ടും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ നേച്ചർ തന്നെ അത് ലൂസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് ചിലപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കാം. ദ നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ് മേ ബി ലോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി അതല്ല, അസംബിൾ ചെയ്തു, പറഞ്ഞ പോലെ ഗുഡ്സ് മൂവ്മെൻറ്റ് ഉണ്ടായില്ല, ഇൻ സ്റ്റോക്കിൽ കാലങ്ങളോളം കിടന്നു, അത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കുറയും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഓരോ മൂവ്മെൻറ്റിലും ഓരോ സ്റ്റേജിലും റിസ്ക്കും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ എക്സാമ്പിൾ കോവിഡ് സ്റ്റേജാണ്. ഇന്ത്യ മുഴുവൻ നമ്മുടെ പ്രോഡക്റ്റ് പോകുന്നുണ്ടെങ്കിൽ പല ബൗണ്ടറീസും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, physical supply of goods will not take place. Everything will come under stop. Automatically prices will go high. Abundant ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ മാത്രം നമുക്ക് ലോ പ്രൈസിന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ സാധനങ്ങളുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യായിരിക്കും ചെയ്യാം, എസ്പെഷ്യലി ഇൻ ദിസ് പാൻഡമിക് പീരിയഡ്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്. വിചാരിക്കാത്ത പോലെ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും സ്റ്റോക്കിലുള്ളതൊക്കെ പൊങ്ങിക്കിടക്കണതാണ് അല്ലേ? എവറിത്തിങ് ഈസ് ഇൻ വെയിൻ. സോ ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് യു ഹാവ് റിസ്ക് എന്നുള്ളതാണ്. സോ ബിസിനസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഒരു തരം കളിയാണ്. How do you face things? How do you tackle the problems? How do you find solutions for it? Okay, it's just a game. Business is an activity. Business is a philosophy. Everything we can say about it. And also, business is a very good game. It can be played only by a good gamer. Okay, ഒരു നല്ല കളിക്കാരന് മാത്രമേ അതിൽ നന്നായിട്ട് കളിച്ച് കയറി വരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഓരോ സ്റ്റേജും നമ്മൾ അതിൽ കടക്കാനുണ്ട്. അത് എങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫോർസൈറ്റ് വേണം. ദാറ്റ് ഈസ് വി ഷുഡ് നോ ഫോർവേഡ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം. വാട്ട് വിൽ ബി ദ റിയാക്ഷൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ് വെൻ വി പുട്ട് ദോസ് പ്രോഡക്ട്സ് ഇൻ ടു ദി മാർക്കറ്റ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് വേണ്ടത് ഫോർസൈറ്റ്, ഫോർവേഡ് പ്ലാനിങ്. ഒരു കാര്യം രൂപപ്പെടുന്നതിനേക്കാളും മുമ്പ് അത് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ള നമ്മുടെ ഡ്രീം, ദാറ്റ് വിൽ കം ട്രൂ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻ എ ഫാമിലി,
If a couple is going to start a family, they will start dreaming also, about their child, whether boy or girl. എങ്ങനെ വളർത്തണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, സ്വപ്നം കാണാൻ തുടങ്ങും മാതാപിതാക്കൾ. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ്മാനും അയാൾ ദാറ്റ് ഈസ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുമോ? That should be the product which satisfies a customer, a consumer. Okay, അപ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? റിസ്ക് ഇൻവോൾവ്സ് ഇൻ എവറി സ്റ്റേജസ്. സോ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസിൽ ഫിനാൻസ് ഇല്ലാതെ നമുക്ക് ഒരു സ്റ്റേജും നമുക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. And second thing is, in each and every stage, in each and every process, risk is involved. അപ്പോൾ അതിനെ കണ്ട് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ പേടിച്ച് നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലേ? കടലിനെ കണ്ട് പേടിച്ചിട്ട് അകലെ 2 മീറ്റർ അകലെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിൻ്റെ ആ ഒരു വേവ്സ് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. When you get into the water, okay, when the water touches your feet, you can experience the coolness of the water. അല്ലേ? ആ ഒരു ബബ്ലി ആയിട്ടുള്ള വാട്ടർ നമ്മുടെ മേത്ത് ഇങ്ങനെ വന്ന് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ദറ്റ് ക്യാൻ നോട്ട് ബി വി കനോട്ട് സേ ഇറ്റ് അല്ലേ? അത് നമ്മളെങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് അവരും കൂടി വന്ന് അവരെ കാലം നനയ്ക്കുമ്പോഴാണ് അവർക്ക് എന്താണ് അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഹിയർ വി സേ ഇറ്റ് ആസ്. ഓക്കെ, സോ റിസ്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് കണ്ട് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? വേഗം പറയും. യെസ്, I can hear you. എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? when you pass through the toughest things or the bad things which you did not expect. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് എന്താണോ ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പീരിയൻസ്, അല്ലേ? റിസ്കിനെ കണ്ട് പേടിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആ റിസ്ക് അവിടെ ഉണ്ടാവും, നമ്മൾ എവിടെ ഉണ്ടാവും, നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല, റിസ്കിനൊരു താഴ്ചയും ഉണ്ടാവില്ല. സോ വെൻ യു ഫേസ് ദ റിസ്ക്, വെൻ യു ഓവർകം ഇറ്റ്, ദ റിസ്ക് വിൽ ഗോ ഡൗൺ ആൻഡ് യു വിൽ ഗോ അപ്പ്. നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ റിസ്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, നമുക്കതിനെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. വി ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്സ്. എക്സ്പീരിയൻസ് ഡസ് നോട്ട് കം ഫ്രം ഗുഡ് തിങ്സ്. ഇറ്റ് ഓൾവേസ് കംസ് ഫ്രം ബാഡ് തിങ്സ് വിച്ച് ഹാപ്പൻ ടു us. ഇറ്റ് ഈസ് ദ വേ ഹൗ വി ഫേസ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ വരുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസിൽ വരുന്നതാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. സോ യു ആർ ഗിവിങ് യുവർ പ്രോഡക്റ്റ് സം സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എന്താണോ ഗവൺമെൻറ് പറയുന്ന സ്റ്റാൻഡേർഡ്സ്, എന്താണ് ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻഡസ്ട്രി ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ്, ഒരു എന്താ പറയുക, ഒരു ദറ്റ് ഈസ് വിച്ച് ഈസ് എഡിബിൾ ആയിട്ടുള്ള ഒരു ഫുഡ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് എന്താണ്? ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, അതിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് എന്താണ്? ISO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അല്ലേ? ISI മാർക്കുകളുണ്ട്. ദാറ്റ് ഗിവ്സ് യു സ്റ്റാൻഡർഡൈസേഷൻ. ദിസ് ഈസ് ഫിറ്റ് ഫോർ ദിസ്. പല ടെസ്റ്റുകളിലൂടെയും കടന്നു പോയി ഇത് ഹ്യൂമൻ എന്താ പറയുക, ആൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ, ആൻഡ് ഇറ്റ് ഈസ് സേഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ദീസ് ആർ അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ദാറ്റ് വി ഷുഡ് മെയിൻറ്റെയിൻ. ആ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു സാധനം ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകൂ. ദേ ഹാവ് ഗിവൻ യു ദി സ്റ്റാൻഡേർഡ്സ്. എത്ര വേണം, എങ്ങനെ വേണം, എന്താണ് അതിൻ്റെ സൈസ്, എന്താണ് അതിൻ്റെ കളർ,
വാട്ട് ഷുഡ് ബി ദിസ്, വാട്ട് ഷുഡ് ബി ദാറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. Okay, so standardization of products and grading them according to the standards. And then market information. Why market information is so important? എന്തിനാണ് മാർക്കറ്റ് ഇൻഫർമേഷന് നമ്മൾ ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണ്? മാർക്കറ്റ് ഇൻഫർമേഷൻ വാട്ട് ഇറ്റ് ഡസ്. മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ട് പീപ്പിൾ സ്പീക്ക് അബൌട്ട് ഇറ്റ്, വാട്ട് പീപ്പിൾ യൂസ് ടു സേ അബൌട്ട് എ പ്രോഡക്റ്റ് എന്നുള്ളതാണ് മാർക്കറ്റ് ഇൻഫർമേഷൻ. സോ ഒരു പുതിയ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിലർ അത് കൺസ്യൂമറിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പറയും ദിസ് ഈസ് എ ന്യൂ വൺ, ട്രൈ ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ടൈം വെൻ യു ഗോ ടു ദാറ്റ് ഷോപ്പ് that person will ask you how was that product when you used it, എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് തന്ന പ്രോഡക്റ്റ്. So we'll give any reply, sometimes a positive reply, sometimes a negative reply. Oh, നിങ്ങൾ തന്ന സാധനം അടിപൊളിയായിരുന്നു, ഇറ്റ് വാസ് റിയലി സൂപ്പർ അല്ലേ, അങ്ങനെ പറയാറുണ്ട്. ചില ആൾക്കാർ പറയും അത് മോശമായിട്ടാ, അത് ആർക്കും നീ റെക്കമെൻഡ് ചെയ്യല്ലേ പ്ലീസ്, അത് വേണ്ട. സോ അങ്ങനെ പറയുമ്പോൾ the retailer will ask you one more question, what difficulty do you find in using that product? അപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിച്ചത് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൽ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് പറയും, നമുക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണോ ദാറ്റ് വി വിൽ ഷെയർ. Okay, so these retailers will collect all those informations and then they will pass those informations to the manufacturer. അല്ലേ? So നമ്മൾ ഈ ഇൻഫർമേഷൻ നമ്മൾ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ retailer will pass it over to the industrialist or the manufacturer. Why he is passing over it? എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നത്? To improve the product, to make better the product. അല്ലേ? ആ പ്രോഡക്റ്റിന് ഒന്നും കൂടിയും അതിലുള്ള കംപ്ലയിൻറ്റ്സ് എന്താണോ അതിനെ നമുക്ക് ഒന്നും കൂടിയും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. മൊബൈൽ ഫോൺ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു? സോ യു ക്യാൻ കോൾ എനി പേഴ്സൺ എനി ടൈം എനിവെയർ അല്ലേ? അങ്ങനെയായിരുന്നു. That was the purpose. But now മൊബൈൽ ഫോണിന് ഇന്ന് പല പർപ്പസ് ഉണ്ട്. ഇന്ന് വീഡിയോ കാണാൻ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സിനിമകൾ കാണാൻ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഫോട്ടോസ് എടുക്കാൻ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ടു സ്പീക്ക് അലോൺ ഒന്ന് സംസാരിക്കാൻ മാത്രം ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് എല്ലാം കൂടി ചെയ്യാനായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരുടെ നീഡിനും അനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഓരോ മോഡലിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഓരോ മോഡലും മാറി മാറി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴും കസ്റ്റമേഴ്സിന് നീഡ് എന്താണോ അതിനനുസരിച്ചിട്ട് വരുന്ന മാറ്റങ്ങൾ. ഒരു നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൊണോപ്പൊളിയായി മാറും. പല നെറ്റ്വർക്കുകൾ വന്നോട് കൂടിയിട്ടാണ്, പല സെല്ലുലാർ കണക്ഷൻസ് വന്നോട് കൂടിയിട്ടാണ് മൊബൈൽ ദാറ്റ് ഇസ് ടോക്ക് ടൈം, അതേപോലെ തന്നെ മെസ്സേജിങ്, യൂസിങ് ഓഫ് ഇൻ്റർനെറ്റ്, ഇതിനൊക്കെ റേറ്റുകളിൽ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുള്ളത്. കോമ്പറ്റീഷൻ ഷുഡ് ബി ദേർ. എന്നാലാണ് സാധനങ്ങൾക്ക് വില കുറയുള്ളൂ, എന്നാലാണ് സാധനങ്ങൾക്ക് സ്റ്റാൻഡർഡൈസേഷൻ വരുള്ളൂ. ഇഫ് ഇറ്റ് ഗോസ് ഓൺ മൊണോപ്പൊളി, വാട്ട് ഹി സെൽസ് ദാറ്റ് വി ആർ ഫോഴ്സ്ഡ് ടു ബൈ എന്നുള്ളതാണ്. നോ അതർ ചോയ്സ് ഫോർ ദാറ്റ്. ബട്ട് വെൻ ദി കോമ്പറ്റീറ്റേഴ്സ് എൻറ്റർ ഇൻ ടു ദി മാർക്കറ്റ്, വി വിൽ ഹാവ് ചോയ്സസ്. വി ക്യാൻ ചൂസ് എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു അവർ ടേസ്റ്റ്, അക്കോർഡിംഗ് ടു അവർ പ്രിഫറൻസ്, എനിത്തിങ്. Clear? So market information is a relevant one
and it is inevitable also. So what information we give to our retailers is passed over to the manufacturer so that he can make necessary changes or he can bring necessary alterations in his product and can bring in a better product to the market which satisfies a consumer the most. Okay, and then the last one in the facilitating function, which is very essential, is about promotion. What do you mean by promotion? What do you mean by promotion? You would have heard it. Promote a product. അല്ലേ? ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് ഇന്ന ഉപയോഗത്തിനുള്ളതാണ്, അത് ഇന്ന ആൾക്കാർക്കുള്ളതാണ്, അത് ഇങ്ങനത്തെ കടകളിലാണ് കിട്ടുക. അങ്ങനെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ദാറ്റ് ഷുഡ് ബി മെയ്ഡ് നോൺ ടു ദി പബ്ലിക്. അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ എങ്ങനെ അറിയും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത്? സോ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിൽ ചിലവ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊമോഷൻ, which is the most expensive nowadays. Each and every product now hires an ambassador. Okay, they used to hire a cine artist as a brand ambassador of their company, of their product. സോ അവരുടെ ചിന്ത എന്താണ്? ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ കൊണ്ടുവരിക, അവർ ഈ പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്, അവർ ഈ പ്രോഡക്റ്റിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലേ? എല്ലാ കാര്യങ്ങളിലും നമ്മൾ സിനി ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് നമ്മൾ ഒരു അറ്റാച്ച്മെൻറ്റ്, ഈവൻ ഫോർ ദി സ്റ്റുഡൻസ്. അല്ലേ? കോളേജിലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ ഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സിനിമ സ്റ്റാറിനെ വിളിക്കണം, ഇന്ന സ്റ്റാറിനെ വിളിക്കണം, ഇന്ന പേഴ്സണിനെ വിളിക്കണം, ഇന്ന ഫെയിമിനെ വിളിക്കണം എന്നൊക്കെ കുട്ടികൾ പറയാറില്ലേ? അതായത് ആ ഒരു എന്താ പറയുക, അവരുടേതായ ആ ഒരു ഫങ്ഷൻ അതിനെ അങ്ങോട്ട് ആഘോഷകരമാക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ ദേ നീഡ് സെലിബ്രിറ്റി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു പ്രോഡക്റ്റിനെ ലോകം മുഴുവൻ അറിയിക്കാനായിട്ട് വാട്ട് സ്റ്റെപ്സ് വി ഡു കംസ് അണ്ടർ പ്രൊമോഷൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 മെയിൻ കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ, ആൻഡ് തേർഡ് വൺ ഈസ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ എന്തൊക്കെയാണ് വരുന്നത്? ബൈയിങ്, അസംബ്ലിങ് ആൻഡ് സെല്ലിങ്. ആൻഡ് ദെൻ എന്ത് ഫിസിക്കൽ സപ്ലൈയിൽ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസിൽ വരുന്നത് എന്താണ്? ഫിനാൻസിങ്, റിസ്ക് ബെയറിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്, ആൻഡ് ദെൻ മാർക്കറ്റ് ഇൻഫർമേഷൻ, ആൻഡ് ഫൈനലി ദ പ്രൊമോഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം. നമുക്ക് ഇതിൽ ഇനിയും വരുന്നുണ്ട് കുറേ കാര്യങ്ങൾ. നമുക്കൊരു പേരിടണം പ്രോഡക്റ്റിന്. ഓക്കെ, വി ഷുഡ് ഗിവ് എ ഗുഡ് നെയിം which most suits for that product. Some companies will create a slogan. നോക്കിയയുടെ സ്ലോഗൻ എന്തായിരുന്നു? കണക്റ്റിംഗ് പീപ്പിൾ. നോക്കിയ മൊബൈൽ ഫോൺ ഇറക്കിയ സമയത്ത് അവരുടെ സ്ലോഗൻ എന്തായിരുന്നു? കണക്റ്റിംഗ് പീപ്പിൾ. എ വെരി ഗുഡ് സ്ലോഗൻ ഫോർ ദ മൊബൈൽ ഫോൺസ്. അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പേരുകളും ഓരോ ക്യാപ്ഷനുകളും അല്ലെങ്കിൽ ഓരോ സിമ്പിളുകളും ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്നുണ്ട്? മാർക്കറ്റിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ദിസ് ഓൾ കംസ് അണ്ടർ ദിസ് തിങ്സ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻസ് മെയിനായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് 3 കാര്യങ്ങളിൽ ഒതുക്കി നിങ്ങൾക്ക് ക്ലിയറാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിങ്ങിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, ആർക്കൊക്കെയാണ് അത് ബെനിഫിറ്റബിൾ ആവുന്നത്, എങ്ങനെയാണ് ബെനിഫിറ്റബിൾ ആവുന്നത്? ഓക്കെ, സോ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ്സ് ടു ദ
സൊസൈറ്റി. സൊസൈറ്റി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിക്ക് എന്ത് അഡ്വാൻറ്റേജസ് ആണ് അതുകൊണ്ട് വരുന്നത്, സൊസൈറ്റിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പം നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ് അല്ലേ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രോസസ്സാണ്. ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി സൊസൈറ്റി. ഇറ്റ് ഇംപ്രൂവ്സ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൊസൈറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് ദി പ്രൊഡ്യൂസർ ആൻഡ് ദി കൺസ്യൂമർ. പുതിയ പുതിയ പ്രോഡക്റ്റുകളും പുതിയ പുതിയ സർവീസസും ഇന്ന് രംഗത്തേക്ക് വരുന്നുണ്ട്. പ്രോഡക്റ്റിന് മാത്രമല്ല മാർക്കറ്റിംഗ്, സർവീസസിനും മാർക്കറ്റിംഗ് ഉണ്ട്. വാട്ട് സർവീസ് യു ഡു? ഓക്കെ, ഇതിനും നമുക്ക് മാർക്കറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ പുതിയ പ്രോഡക്റ്റുകളും മാർക്കറ്റിങ്ങിൽ, അതേപോലെ തന്നെ സർവീസസും മാർക്കറ്റിങ്ങിലൂടെ ജനങ്ങളുടെ അറിവിലേക്ക് എത്തുന്നുണ്ട്. പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ കണ്ടുമുട്ടാൻ ഒരു ചാൻസാണ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ സെക്കൻഡ് തിങ് ഈസ് ദ ഹോൾ സൊസൈറ്റിക്ക് വരുന്ന ഒരു മാറ്റം. ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ. നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എത്രയോ ഓരോ എന്താ പറയുക, പല ക്ലാസ്സസ് ആയിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? റെസിഡൻഷ്യൽ ക്ലാസ്സസിൽ തന്നെ, റെസിഡൻഷ്യൽ ഏരിയാസിൽ തന്നെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ, ഗ്രേഡ് കൂടിയ ആൾക്കാർ അവിടെ താമസിക്കുന്നു. പരസ്പരം മിണ്ടൂല്ല, പറയൂല, ഒന്നുമില്ല, ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്. എന്നാൽ റീസെൻ്റ്ലി എനിക്ക് വന്നിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജിൽ കണ്ട ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തായിരുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അത്ര വലിയ റേഞ്ചിലേക്കൊന്നും എത്തിയിട്ടില്ല, ജസ്റ്റ് ഒരു CI. ഓക്കെ, SI ആൻഡ് CI. അപ്പോൾ ഈ CIയിലേക്കൊക്കെ ആൾ എത്തിയത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ആൾ ജോയിൻ ചെയ്ത് കോൺസ്റ്റബിളായിട്ടാണ്. അങ്ങനെ തട്ടിമുട്ടിയും കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് എന്തൊക്കെയോ റിലേറ്റ് ചെയ്ത് ആൾക്ക് പ്രൊമോഷൻ കിട്ടി, SI ആയി. പിന്നെ അവസാനം അയാൾ റിട്ടയർ ആവണേക്കാളും ഒരു വർഷം മുമ്പാണ്ട് CI ആയിട്ടാണ് അയാൾ റിട്ടയർ ആയത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അയാൾ താമസിച്ചിരുന്നത് മുഴുവൻ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. ഓക്കെ, പോലീസിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാർട്ടേഴ്സിലായിരുന്നു ഈ ഓഫീസറും താമസിച്ചിരുന്നത്. ഓക്കെ, അധികം സമയം വൈകാതെ തന്നെ ഈ വ്യക്തി എന്ത് ചെയ്തു? റിട്ടയർ ആയപ്പോഴാണ് ആൾ ചിന്തിച്ചത് ഒരു വീട് വെക്കണം എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാളുടെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇയാൾ നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം നോക്കി മേടിച്ചു. അവിടെ നല്ലൊരു വീടും അയാൾ വെച്ചു. എന്നാലും വലിയ തൃപ്തി ആയിട്ടില്ല അയാൾക്ക്. ഓക്കെ, അങ്ങനെ ഇങ്ങോരിത്തിരി എന്താ പറയുക, ഇത്തിരി മസിൽ പിടിച്ച് നടക്കുന്നൊരു കൂട്ടത്തിലാണ്. എന്നിട്ട് ഹി നെവർ സ്പീക്ക് ടു എനിവൺ. ഇയാളുണ്ട്, ഭാര്യയുണ്ട്, അതേപോലെ മക്കൾ, അവരവരുടെ കാര്യങ്ങളാണ്, അത്ര തന്നെ ഉള്ളൂ. അയാൾ രാവിലെ എന്നും നടക്കാൻ പോകും. ഇയാൾ വരും, ആരോ ഒന്ന് കണ്ടാൽ മൈൻഡ് ചെയ്യൂല. കാരണം ഹി ഈസ് എ ബിഗ് ഓഫീസർ എന്നുള്ള ഒരു ചിന്ത ഇങ്ങോരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ ഒരു ദിവസം ഒരു പ്രായമായിട്ടുള്ള ഒരാൾ, രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാളിനെ കണ്ടുമുട്ടി. എങ്ങനെയോ അബദ്ധവശാൽ അയാളായിട്ട് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ മുഴുവൻ ഇങ്ങോരിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. ഞാൻ ഇന്ന ഓഫീസറാണ്, ഞാൻ അവിടെയായിരുന്നു, ഞാൻ ഇവിടെയായിരുന്നു, ഞാൻ ആനയായിരുന്നു, ഞാൻ ചൈനയായിരുന്നു, ഞാൻ പുലിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇങ്ങോരുടെ കഥകളാണ് ഇങ്ങോട്ട് വിളമ്പിയേറുന്നത് മുഴുവൻ. ഓക്കെ, അത് കഴിഞ്ഞ് 2-3 ദിവസം പിന്നിട്ടു. പിന്നെയും ഈ വ്യക്തിനെ കണ്ടുമുട്ടാനിടയായി. അങ്ങനെ അപ്പോഴും ഇയാൾ പറഞ്ഞേർന്നത് ഇങ്ങോരുടെ കഥകൾ മാത്രമാണ്. അത് കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഈ വ്യക്തിനെ കണ്ടുമുട്ടാൻ ഒരവസരം ഉണ്ടായി. അങ്ങനെ
അന്നാണ് ആ വ്യക്തി ആദ്യമായി സംസാരിക്കുന്നത് ഈ പോലീസ് ഓഫീസർ കേൾക്കുന്നത് തന്നെ. കാരണം അതിനൊരു ചാൻസ് ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞിരുന്നത് മുഴുവൻ ഇങ്ങോട്ട് കഥകൾ മാത്രമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പേര് അങ്ങനെയൊക്കെ പറഞ്ഞ് ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഹി ഹാസ് റിട്ടയർഡ് ഫ്രം ISRO. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരാളില്ലേ, ആൾ ഹൈക്കോർട്ടിൽ ജഡ്ജായിട്ട് റിട്ടയർ ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഇപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഇന്ന പൊസിഷനിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വന്നപ്പോൾ ദ ലീസ്റ്റ് പൊസിഷൻ വാസ് ദിസ് പേഴ്സൺസ്. ഓക്കെ, നമ്മൾ ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ വലുതാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരണം എന്നുള്ളതാണ്. പരസ്പരം നമ്മൾ മനുഷ്യന്മാരനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഹീ ഈസ് ഓൾസോ എ ഫെലോ ഹ്യൂമൻ എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഡിഫറൻസ് എവിടെയാണ് നമുക്ക് കൂടുതൽ അറിയാമെന്നറിയോ? നിങ്ങൾ ട്രെയിനിൽ എന്തെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിനിൽ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ തേർഡ് AC, സെക്കൻഡ് AC, ഫസ്റ്റ് ക്ലാസ്, ഇങ്ങനെ പല കാറ്റഗറീസ് നമുക്കതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റാവുന്നത് ഏതിലാണെന്നറിയോ? സെക്കൻഡ് ക്ലാസ്. അവിടെ വലിയ പഠിപ്പിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ വലിയ കാശുകാരോ ഒന്നും ഉണ്ടാവില്ല. കാരണം കാശുകാരൊക്കെ ഏതിൽ പോയിട്ടുണ്ടായിരിക്കും? ടോപ്പ് ക്രീമി ലെവലിൽ വരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയിട്ടുണ്ടായിരിക്കും? ഫസ്റ്റ് ക്ലാസ് AC പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് AC പോയിട്ടുണ്ടായിരിക്കും. ഈ ഫസ്റ്റ് AC സെക്കൻഡ് AC പോയി കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പൊസിഷനിൽ എന്തെങ്കിലും താഴെ വീണ് പോയാലോ, ദിൽ നെവർ ടോക്ക്. പക്ഷേ ഏറ്റവും രസകരമായിട്ട് ചിലപ്പോൾ ഫാമിലീസൊക്കെ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ 2-3 ഫാമിലീസൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 2 ഫാമിലീസെങ്കിലും മിനിമം ഉണ്ടായിരിക്കാം. നമ്മുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ കൂടി ചേർന്ന് കളിക്കുന്നതും തമ്മിൽ ഇതുവരെയും കാണാത്ത ആൾക്കാരായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതും, അതേപോലെ രസകരമായിട്ട് നമ്മളവിടെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കലും, നമ്മുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എന്ത് രസകരമായിട്ടുള്ള യാത്രയാണത്. അവിടെ നിന്നൊന്നും ഫസ്റ്റ് ക്ലാസ്സിന് സെക്കൻഡ് ക്ലാസ്സിന് ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല. ഇതിൽ നെവർ ടോക്ക്. അവരുടെ കയ്യിൽ വല്ല ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ലാപ്പ് ഉണ്ടായിരിക്കും, ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും, അതിൽ കണ്ടുനിന്നിട്ടിരിക്കും. സെക്കൻഡ് ക്ലാസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ മുഴുവനും മൊബൈലിലാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മൊബൈലൊക്കെ വരുന്നേക്കാളും കുറച്ച് മുമ്പ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞ സംഭവം കയറി വരും. ഡോണ്ട് വാണ്ട് ടു പുൾ ദാറ്റ് ഇൻടു യുവർ ആൻഡ് പുട്ട് ഇൻടു യുവർ ടോപ്പ് ഓഫ് യുവർ ഹെഡ്. ഡോണ്ട് പുട്ട് ഇറ്റ് അലോങ്. അത് വേണ്ട നമുക്ക്. നമ്മൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്നുവോ അത്രത്തോളം നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും വി ഹാവ് ടു ഡു എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വേണം. ഓക്കെ, നമ്മൾ മാർക്കറ്റിംഗിൽ നിന്ന് കുറച്ച് മാറിപ്പോകുന്നുണ്ട്. കം ബാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഇൻക്രീസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡോണ്ട് ഇൻക്രീസ് യുവർ ഹെഡ് വെയ്റ്റ്. ഓക്കെ, അത് അതിൻ്റെ കൂടെ കൊണ്ടുപോയിരിക്കും ഒരിക്കലും. അത് എൻ്റെ ഒരു അഡ്വൈസാണ് കേട്ടോ. And then marketing helps to reduce cost of production and provide goods at low prices. എങ്ങനെയാണ് പ്രോഡക്റ്റ് അറ്റ് ലോ പ്രൈസിന് നമുക്ക് കിട്ടുന്നത്? when new firms enter into the industry, when new competitors come to the market, ആൾക്കാർക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എന്താ പറയുക, നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് റെഡ്യൂസ്ഡ് ആവും. അതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ബെറ്റർ പ്രൈസിന് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇസ് മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു മെനി പീപ്പിൾ. അല്ലേ, മാർക്കറ്റിംഗ് പഠിച്ച ആൾക്കാർക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി, ക്യാൻ എക്സ്പ്ലോർ ഇറ്റ് ലൈക്ക് സംതിങ്.
അവർക്ക് സാധനങ്ങൾ വിൽക്കാൻ മാത്രമല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കാര്യം, നമുക്കതിലെല്ലാം ഇൻക്ലൂഡ്. ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് ഐഡിയ യു ക്യാൻ യൂട്ടിലൈസ് ഇൻ യുവർ ബിസിനസ്. നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ബിക്കോസ് ഓൺടർപ്രണേഴ്സ് ആർ ദ മോസ്റ്റ് എൻകറേജ്ഡ് നൗഡേയ്സ് ഇൻ അവർ country. So if you are having a good idea, if you are having a good financial capacity, or even not, the government will help you. That is what we study in entrepreneurship development. Okay, and then is marketing helps to ensure adequate supply of goods in different parts of the country. അപ്പോൾ നമ്മുടെ കൺട്രിയുടെ പല സ്ഥലങ്ങളിലേക്കും സാധനങ്ങൾ എത്തിക്കാൻ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റ് ഇൻഫർമേഷൻ എവിടെയാണ് എന്നത് കുറവുണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട്, എനിത്തിങ് ദാറ്റ് വിൽ ബി ക്ലിയർഡ് ഓഫ് എത്രയും വേഗം. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ആഡ്സ് വാല്യൂ ഓഫ് ഗുഡ്സ് ടു ബൈ പ്രൊവൈഡിങ് ഇൻ ടൈം, പ്ലേസ് ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി എന്നല്ല പറഞ്ഞ പോലെ നമ്മൾ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ സമയത്ത് നമ്മളത് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈം, അതേപോലെ തന്നെ പ്ലേസ് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പൊസിഷൻ യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ഈ 3 കാര്യങ്ങളും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഇൻക്രീസ്ഡ്. Okay, and then is social marketing concept. All marketing activities are directed towards the welfare of the society. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും എന്തിനു വേണ്ടിയിട്ടാണ്? അൾട്ടിമേറ്റ്ലി ഫോർ ഓൺലി വൺ തിങ്, വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ മാർക്കറ്റിംഗ് കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? And next is the benefits to the business firms. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിസിനസ് ഫേംസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ വോളിയൂം ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ, അതേപോലെ തന്നെ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നമുക്കതിൻ്റെ സെല്ലിംഗ് നടക്കുന്നത് കൊണ്ട് ഇറ്റ് ജനറേറ്റ്സ് റെവന്യൂ ആൻഡ് ഓൾസോ ദി പ്രോഫിറ്റ്സ്. And then it helps the firms to survive and grow in a competitive business world, and also it provides information to the top management for decision making. Okay, അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ മാനുഫാക്ചറർക്ക് കൊടുക്കുമ്പോൾ മാനുഫാക്ചറർ ക്യാൻ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. ഓക്കെ, ആൻഡ് ദെൻ third one is the benefits to consumers. കൺസ്യൂമേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഇൻഫോംസ് ദി കൺസ്യൂമേഴ്സ് അബൌട്ട് ദി അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇന്ന ഗുഡ്സ് ഉണ്ട്, ഇന്ന സർവീസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ജനങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്, ദാറ്റ് ഈസ് മെയ്ഡ് നോൺ ടു ദി പബ്ലിക്. Okay, and second thing is marketing provides the right type and quality of goods to satisfy the needs of the consumers. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാൻസും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താണോ, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ഗുഡ് പ്രോഡക്റ്റ് എന്താണോ, ദാറ്റ് we are putting into the market. And then marketing helps the consumers to choose from a wide variety of products. സോ ഏതൊരു പ്രോഡക്റ്റിനും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു മാർക്കറ്റിലേക്ക്, നമ്മളൊരു ഷോപ്പിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗിലായാലും വി ആർ ഹാവിങ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ടു ചൂസ് അക്കോർഡിംഗ് ടു അവർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ പ്രിഫറൻസസ് എന്തൊക്കെയാണ്, the most needed എന്താണ്, that we can prefer, that we can give more importance, and that product can be purchased. Okay, and last one is it helps to lower the prices of product. Initially ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അത് ഹൈ പ്രൈസ്ഡ് ആയിരിക്കും. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോഴായിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ, that is different competitors vannu kanyal automatically the price of the product will be reduced. appo athrayum naal enjoy cheyidarna profit, super normal profits,
അതൊക്കെ ഒന്ന് കുറഞ്ഞ് നോർമൽ പ്രോഫിറ്റിലേക്ക് എത്തും. കാരണം കോമ്പറ്റീറ്റേഴ്സ് ഹാവ് എൻറ്റേർഡ് ഇൻ ടു ദി മാർക്കറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. സൊസൈറ്റിക്കുണ്ട് കുറച്ച് നേട്ടങ്ങൾ, മാനുഫാക്ചറേഴ്സിനുണ്ട് കുറച്ച് നേട്ടങ്ങൾ, അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ക്ലിയർ? സോ ഐ എം കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദിസ് ഡേ. So hope you have all understood about the functions of marketing and the importance of marketing to the society, to the individual firms and then to the consumers. Okay, അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട, മടിക്കണ്ട, വിളിച്ചോളൂ, ചോദിച്ചോളൂ. Thank you. See you in the next class.